നാടനൂണ് കഴിക്കാൻ തോന്നുമ്പോഴെല്ലാം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും നടൻ വി.കെ. ശ്രീരാമനും ഉൾപ്പെടെയുള്ളവർ സ്നേഹത്തോടെ എത്തുന്ന ഒരു ഹോട്ടലുണ്ട്. എവിടെയാണെന്നല്ലേ? അങ്ങ് കുന്നംകുളത്ത്. നല്ല വെടുപ്പുള്ള വെജിറ്റേറിയൻ ഊണ്. വിഭവങ്ങൾ കുത്തിനിറച്ച തമിഴ് സ്റ്റൈൽ ഇലയൂണല്ല, തനി നാടൻ ശൈലിയിൽ കഴിച്ച് ശീലിച്ച പഴയ ഊണാണത്. 46 വർഷമായി കുന്നംകുളം അരിയങ്ങാടിയിലെ നായർ ഹോട്ടലിൽ ഈ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഗൃഹാതുരതയോടെ പലരും ഈ കട തേടിയെത്തി വീണ്ടും വീണ്ടും എത്തുന്നത്. അരിയങ്ങാടിയിലെ തിരക്കിലൂടെ കടന്നെത്തി തിക്കിത്തിരക്കി കാത്തുനിന്ന് ഉണ്ണാൻ ആളുകൾക്ക് മടിയില്ലാത്തതിന്റെ കാരണവും ഈ പഴയ രുചി തന്നെ. പെട്ടിക്കട രൂപത്തിൽ അരിയങ്ങാടിയിൽ 49 വർഷം മുമ്പ് തുടങ്ങിയ ഭക്ഷണശാലയാണ് 2001 നായർ ഹോട്ടലായത്. ശേഖരത്ത് വേലായുധൻ നായർ പണ്ട് അരിച്ചാക്കുകൾക്ക് കാവൽ കിടന്നിരുന്നു. വെളുപ്പിന് അങ്ങാടിയിലെത്തുന്നവർക്ക് വേണ്ടി ചായക്കച്ചവടം തുടങ്ങിയത് അക്കാലത്താണ്. ഒരു തക്കാളിപ്പെട്ടിയായിരുന്നു ആദ്യത്തെ അടുക്കള. പിന്നീടത് പെട്ടിവണ്ടിയായി. അവിടെ നിന്ന് വളർന്ന് കുന്നംകുളത്തിന്റെ സ്വന്തം ഹോട്ടലായി. നായർ ഹോട്ടലിന് വേണ്ടി നടൻ വി.കെ. ശ്രീരാമൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിൽ ചിലപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇരിക്കുന്നത് കണ്ട് പലരും അത്ഭുതപ്പെടാറുണ്ട്. ഇവരെയൊക്കെ ഈ ഹോട്ടലിന്റെ ആരാധകരാക്കിയത് ഊണിന്റെ മികവ് തന്നെ. സാമ്പാർ, അവിയൽ, കൂട്ടുകറി, തോരൻ, പച്ചടി, ഇഞ്ചിത്തൈര്, രസം, മോര്, മുളക് വറുത്തത്, അച്ചാർ, പപ്പടം, പായസം, ഇതാണ് മെനു. മട്ട അരിയുടെ ചോറാണ് വിളമ്പുക. സാമ്പാറിലും രസത്തിലും റെഡിമെയ്ഡ് പൊടികൾ ഒന്നും ഇടാറില്ല. മസാല അതത് ദിവസം അരച്ചെടുക്കും. മാർക്കറ്റിലെ 1-ാം തരം മല്ലി മുളക് മാത്രമേ ഇതിനായി ഉപയോഗിക്കാറുള്ളൂവെന്ന് വേലായുധൻ നായരുടെ മകൻ സുന്ദരൻ നായർ പറയുന്നു. പാചകം വിറകടുപ്പിൽ മാത്രമാണ്. സാമ്പാറിന്റെ അവസാനത്തെ വറവ് നൽകുന്ന ഗന്ധം ഊണ് വിളമ്പുമ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്നും ആദ്യ ഊണ് ഉണ്ടു നോക്കുന്നത് സുന്ദരൻ നായരാണ്. അവസാനം പപ്പടവും അച്ചാറും രസവും ചേർത്ത് 2 ഉരുള ഉണ്ണുക എന്നതാണ് ഇവിടുത്തെ രീതി. 11:30 തുടങ്ങുന്ന ഊണ് ഉച്ചയ്ക്ക് 3:30 തീരും. രാവിലെ 7:30 ചൂട് പുട്ടും കടലയും കപ്പയും തയ്യാറാകും. കപ്പയും പുട്ടും വിളമ്പിയാണ് 50 വർഷം മുൻപ് പ്രാതൽ തുടങ്ങിയത്. പിന്നീട് ദോശയും ഇടിയപ്പവും വെള്ളയപ്പവും എത്തി. ഊണിന് ശേഷം ദോശകളും കടികളും തുടരും. വേലായുധൻ നായരുടെ ഭാര്യ മാധവിയമ്മയാണ് ഇവിടുത്തെ ആദ്യ പാചകക്കാരി. അതേ കൈപുണ്യത്തിന്റെ രുചി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കുന്നംകുളം വിടുന്നതിന് തൊട്ടു മുൻപായി തൃശൂർ റോഡിലേക്ക് കടക്കുന്ന സ്ഥലത്തും നായർ ഹോട്ടലുണ്ട്. ഇതേ വിഭവങ്ങളാണ് അവിടെയും നൽകുന്നത്. കുന്നംകുളത്തിന്റെ രുചിയുടെ പാരമ്പര്യമാണ് സുന്ദരനും സഹോദരങ്ങളായ മണികണ്ഠനും അനിൽകുമാറും ചേർന്ന് നിലനിർത്തുന്നത്.